ഈ ഒരു രംഗം ഏതൊരു വ്യക്തിയുടെയും ചങ്ക് തകർക്കുന്ന വീഡിയോ അല്ലേ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം അപ്പപ്പനെ പേരക്കുട്ടി 13 വയസ്സുള്ള പെൺകുട്ടി ആൺ സുഹൃത്തുക്കൾക്ക് കൊട്ടേഷൻ കൊടുത്ത് കൊന്നൊരു രംഗം നമ്മളെല്ലാവരും കേരളം മുഴുവൻ ഞെട്ടിയൊരു സംഭവം അല്ലേ. ആൺ സുഹൃത്തുക്കൾക്ക് ബൈക്ക് മേടിക്കാനും തനിക്ക് ഐഫോൺ മേടിക്കാനായിട്ട് മോഷ്ടിക്കാനാണ് അപ്പപ്പനെ കൊന്നത് എന്നാണ് പോലീസിന്റെ കൊടുത്ത മൊഴി കേട്ടോ. എന്നാലും സ്വന്തം അപ്പപ്പനല്ലേ, എങ്ങനെ ഇങ്ങനെ മനസ്സുവരുന്നല്ലേ. ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇത് എന്താ പറ്റിയത്, ഇതെങ്ങോട്ടാ പോകുന്നത്? പണ്ടത്തെ 13 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരും വിശ്വസിക്കാം. പക്ഷേ ഇന്നത്തെ യുവതലമുറ 13 വയസ്സെന്ന് കഴിഞ്ഞാൽ മക്കളൊക്കെ ക്രിമിനൽ മൈൻഡിലൂടെയാണ് വളർന്നു വരുന്നത്. കള്ളും കഞ്ചാവും സെക്സിനൊക്കെ അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, നിയമത്തിന് ആർക്കും പേടിയില്ല. ഇപ്പൊ പറയുന്നത് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കണം പെൺകുട്ടിക്ക്. അതെന്താ, തെറ്റ് ചെയ്യുമ്പോൾ ഈ പ്രായം പ്രശ്നമല്ലേ, അത് പാടില്ല. മോഷ്ടിക്കാനും കൊല ചെയ്യപ്പെടാനും അല്ലെങ്കിൽ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനൊക്കെ പ്രായം ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശിക്ഷയ്ക്ക് മാത്രം ഇളവ് കൊടുക്കുന്നത്? അത് ന്യായമാണോ? കാരണം നിയമത്തിന് ആർക്കും പേടില്ലാത്തതുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ നമ്മുടെ കേരളത്തിൽ പെരുകുന്നത്. പാടില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന പോലെ ഇവരെയൊക്കെ ജനവിചാരണയ്ക്ക് ഇട്ടു കൊടുക്കണം, അപ്പോഴാണ് പഠിക്കുകയുള്ളൂ. പിന്നെ ഒരിക്കലും ഒരാൾക്ക് തെറ്റ് സംഭവിക്കില്ല, അത് ഉറപ്പാണ്. നോർത്ത് ഇന്ത്യയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഓരോ തെറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ ജനവിചാരണയ്ക്ക് ഇട്ടു കൊടുക്കും, പിന്നെ അവരുടെ കാര്യം കട്ടപ്പുകയ. അതേ സംഭവം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയാൽ പിന്നെ ഒരാൾക്കും ഒരു തെറ്റ് സംഭവിക്കില്ല. ഇപ്പം എന്തോരം കൃത്യങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ ഒരാശ്വാസമുണ്ട്, ഇപ്പം എന്ത് സംഭവിച്ചാലും അതിന് ഉടനെ ഒരു പരിഹാരം കണ്ടെത്താൻ യു.ഡി.എഫ് സർക്കാർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. എന്തെന്നെ ആയാലും ഇപ്പോഴത്തെ യുവതലമുറ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാതാപിതാക്കൾ, നിങ്ങൾ മക്കളെ ജാഗരൂകയോടൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അശ്രദ്ധക്കുറവാണ് പല മക്കളും വഴിതെറ്റി പോകുന്നു കേട്ടോ. കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും തെറ്റായ പ്രേമത്തിലുള്ള അടിമപ്പെട്ട് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആണ് കേട്ടോ.